നല്ല കറുപ്പും ചുവപ്പും നിറത്തിൽ ഇങ്ങനെ നിൽക്കുന്ന കാണാൻ നല്ല ഭംഗിയാണ്. പക്ഷേ ചുവന്നതൊന്നും പഴുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ കറുത്തതാണ് നമുക്ക് ആവശ്യമുള്ളത്. വൈനിടാൻ ബെസ്റ്റ് ഈ കറുപ്പ് നല്ല പഴുത്തതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു 7.5 കിലോയോളം കിട്ടി. പിന്നെ നമ്മൾ തലേന്ന് പറിച്ചതും കൂടെ ചേർത്ത് വെക്കുമ്പം ഒരു 10 കിലോയോളം ബ്ലാക്ക്ബെറി നമുക്ക് കിട്ടിയിട്ടുണ്ട്. 10 കിലോ ബ്ലാക്ക്ബെറിക്ക് ഒരു 5 കിലോ പഞ്ചസാരയാണ് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നത്. കഴിഞ്ഞ വർഷവും നമ്മൾ ഇതുപോലെ ഇങ്ങനെ പറിച്ച് വൈനിട്ടത് കൊണ്ട് പിള്ളേർക്ക് 3 പേർക്കും ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു ഇതിറങ്ങി പറിക്കാനും വൈനിടാനും വേണ്ടിയിട്ടൊക്കെ. ഇത്രയും വലിയ ക്വാണ്ടിറ്റിയിൽ വൈൻ ഇടണമെങ്കിൽ ബെസ്റ്റ് ഗ്ലാസ് ജാർ തന്നെയാണ് കേട്ടോ. പക്ഷെങ്കിൽ നമുക്കത് കിട്ടാൻ ഒരു വഴിയുമില്ല. ഞങ്ങൾ കുറേ അന്വേഷിച്ചായിരുന്നു. അപ്പോൾ പിന്നെ അവസാനത്തെ നമ്മളുടെ ആശ്രയം നമ്മളുടെ പഴയ പാത്രം തന്നെയാണ്. അങ്ങനെ ഒരു സ്റ്റീൽ പാത്രത്തിലാണ് ഞങ്ങൾ ഇട്ടത്. പിന്നെ ഇതിന് വീര്യം കൂടാൻ വേണ്ടിയിട്ട് നമ്മൾ ഗോതമ്പോ ഈസ്റ്റോ ഒന്നും ചേർക്കുന്നില്ല. ഈ പഞ്ചസാരയും നമ്മുടെ നാടൻ സ്പൈസസ് കറുവപ്പട്ടയും ഗ്രാമ്പൂവും ഏലക്കയും മാത്രമാണ് ചേർത്തത്. വെള്ളം ഒരു ശകലം മാത്രമേ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. ഈ പഴച്ചാറും ആ പഞ്ചസാര അലിയുന്നതും ആ സ്പൈസസും കൂടെ ചേരുമ്പോഴാണ് വൈനിൻ്റെ ആ യഥാർത്ഥ ടേസ്റ്റ് വരുന്നത്. വെള്ളം നമ്മൾ വളരെ കുറച്ച് മാത്രമേ ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. നമ്മൾ 40 ദിവസമാണ് ഇത് കീപ്പ് ചെയ്യുന്നത്. 7ാമത്തെ ദിവസവും 21ാമത്തെ ദിവസവും നമ്മളൊന്ന് മൂടി തുറന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കും. അതിന് ശേഷം മൂടി അടച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ 40ാമത്തെ ദിവസമാണ് വൈൻ തുറന്ന് നോക്കുന്നത്. അപ്പോഴത്തേക്കും നമ്മൾക്ക് വൈന് അരിച്ച് ഊറ്റിയെടുക്കാൻ പാകത്തിൽ അടിപൊളി ടേസ്റ്റിൽ നമുക്ക് കിട്ടും. അയർലൻഡിൽ ഇതുപോലെ ബ്ലാക്ക്ബെറി പറിക്കാൻ ചാൻസ് കിട്ടുന്നവരൊന്നും അത് മിസ്സാക്കി കളയേണ്ട കേട്ടോ. അടിപൊളി ഹോം മെയ്ഡ് വൈനാണ് കേട്ടോ നമുക്ക് കിട്ടാൻ പോകുന്നത്. അപ്പോൾ വൈനിൻ്റെ ബാക്കി അപ്ഡേറ്റ്സുമായിട്ട് 40 ദിവസത്തിന് ശേഷം കാണാം. ബൈ ബൈ.